ഹായ്, ഞാൻ ഇന്നിവിടെ ഒരു മുട്ട ബജിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അതിന് വേണ്ടി ഒരു 6 മുട്ട ഞാൻ പുഴുങ്ങാൻ വെച്ചു. അത് റെഡി ആകുമ്പോഴേക്കും അതിലേക്ക് വേണ്ട മറ്റു ഇൻഗ്രീഡിയൻസുകൾ നമുക്ക് തയ്യാറാക്കാം. അതിന് വേണ്ടി 3 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, കറിവേപ്പില, മല്ലിയില എന്നിവ ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്ത് വെക്കാം. പിന്നെ ഒരു ഉള്ളി ചെറുതായി അരിഞ്ഞ് ചൂടായ പാനിലിട്ട് നമുക്ക് വഴറ്റാൻ വെക്കാം. അത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതൊരു ബ്രൗൺ നിറമാകുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച കറിവേപ്പില, മല്ലിയില, പച്ചമുളക്, ഇഞ്ചി എന്നിവയുടെ മിക്സ് വഴറ്റി വെച്ച ഉള്ളിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കിയതിന് ശേഷം അതിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നേരത്തെ പുഴുങ്ങാൻ വെച്ച മുട്ട റെഡിയായിട്ടുണ്ട്. ചെറിയ ചൂടോടുകൂടി നമ്മൾ അതിൻ്റെ ഓരോ മുട്ടയുടെയും തൊലി കളഞ്ഞെടുക്കാം. അങ്ങനെ ഓരോ മുട്ടയും തൊലി കളഞ്ഞതിന് ശേഷം നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ ഓരോ മുട്ടയും നമുക്ക് നടുകെ മുറിച്ചെടുക്കാം. നടുകെ മുറിച്ച ഓരോ മുട്ടയുടെയും മഞ്ഞക്കുരു നമുക്ക് മുട്ടയിൽ നിന്ന് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാവും. അങ്ങനെ ഓരോ മുട്ടയിൽ നിന്നും മഞ്ഞക്കുരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഉള്ളിയുടെ കൂട്ടില്ലേ, അതിലേക്ക് നമുക്ക് ഈ മുട്ടയുടെ മഞ്ഞ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഒരു സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കൈ കൊണ്ടോ നന്നായിട്ട് കുഴച്ചതിന് ശേഷം മഞ്ഞക്കുരു മാറ്റിയ മുട്ടയുടെ ആ ഗ്യാപ്പിലേക്ക് നമ്മൾ ഇതിൽ നിന്നും ഓരോ ചെറിയ ഉരുളകളാക്കി ആ ഗ്യാപ്പ് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ എല്ലാ മുട്ടയും നമുക്ക് ഇതുപോലെ ഫില്ല് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ട മാവ് തയ്യാറാക്കാം. നമുക്ക് അതിന് വേണ്ടി ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 1 കപ്പ് കടലപ്പൊടി, 3/4 കപ്പ് മൈദപ്പൊടി, 1 പിഞ്ച് ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ മുളക് പൊടി, ലേശം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, കായപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് കട്ടകളില്ലാതെ നമുക്കിത് യോജിപ്പിച്ചെടുത്ത് വീഡിയോയിൽ കാണുന്ന പരുവത്തിലേക്ക് മാവ് വരണം. അധികം ലൂസായാൽ മാവ് നന്നായിട്ട് പൊങ്ങി വരില്ല. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഓരോ മുട്ടയും മാവിൽ മുക്കി നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു സൈഡ് വെന്തതിന് ശേഷം നമുക്ക് മറ്റേ സൈഡിലേക്ക് മറിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. അങ്ങനെ മറിച്ചിട്ടെടുത്ത് നല്ല ബ്രൗൺ നിറമാവുമ്പോൾ നമുക്ക് ഇത് കോരി മാറ്റാവുന്നതാണ്. നല്ല എണ്ണ കളഞ്ഞാണ്ട് വേറൊരു പാത്രത്തിലേക്ക് നമുക്കിത് കോരിയെടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള മുട്ടയും ഇതുപോലെ മാവിൽ മുക്കി നമുക്ക് ഇതുപോലെ പൊരിച്ചെടുക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ഓരോ മുട്ട ബജി ഇതുപോലെ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ചൂടായ ചായയോടൊപ്പം നമുക്ക് വൈകുന്നേരങ്ങളിൽ ഇത് സെർവ് ചെയ്യാവുന്നതാണ്.